സെഞ്ചേരി സുന്നത്ത് ക്യാമ്പിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണല്ലേ? അതെ, നമ്മൾ പോവാണ്. എല്ലാ വർഷവും 2017 മുതൽ ഖലീൽ സാറാണ് നമ്മളെ സുന്നത്ത് ക്യാമ്പ് ഇവിടെ നടത്തി തരുന്നത്. ആദ്യം നമ്മളെല്ലാവരും നമ്മുടെ പൾസ് ഒന്ന് അനുഭവിച്ചറിയാം. പൾസ് ഇവിടെ തൊട്ടുപോയി എല്ലാവരും, എന്നിട്ട് നമ്മുടെ ശ്വാസം ഒന്ന് അനുഭവിച്ചറിയാം. ഈ പൾസിനേക്കാളും ശ്വാസത്തെക്കാളും നമ്മുടെ അടുത്ത ഒരാളുണ്ട്. ആരാണ്? പഠിച്ചോനല്ലേ? പഠിച്ചോൻ. ഈ പഠിച്ചോനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പഠിച്ചോനെ അനുഭവിക്കില്ല. പഠിച്ചോനെ അനുഭവിക്കുന്ന എപ്പോഴെന്നറിയോ? ഏതെങ്കിലും ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകുമ്പോൾ. നമ്മളിപ്പോൾ എന്ത് ചെല്ലുമ്പോഴും നമ്മൾ ചെല്ലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താ? പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ അല്ലെ ദൈവത്തിൻ്റെ നാമത്തിൽ നിന്നാണ്. അപ്പോൾ ഈ കാരുണ്യവും ഈ കരുണാനിധി ഇതൊക്കെ തന്നെയാണ് മതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞത്. കാരുണ്യം തന്നെയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷണത്തിൽ ഞാൻ കേട്ടു, പടച്ചോൻ ലോകത്തെല്ലാവരോടും കാരുണ്യമുള്ള ആളാണ്, ജാതി മത ഭേദമന്യേ. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മൾ ഒരാളോട് മാത്രമാണോ പഠിച്ചോൻ കാരുണ്യം? അല്ല. കാരണം മനുഷ്യൻ ഇവിടെ ഉണ്ടായിട്ട് വലിയ സമയമൊന്നും ആയിട്ടില്ല. മനുഷ്യനുണ്ടായിട്ട് എത്ര ആയിട്ടുണ്ടാവും സമയം? ഇപ്പോൾ ഒരു വർഷം മുഴുവനും ഈ പ്രപഞ്ചത്തിൻ്റെ ഉണ്ടായ അത്രയും ദൈർഘ്യം ഉണ്ടെങ്കിൽ മനുഷ്യനുണ്ടായിട്ട് എത്ര സമയം ഉണ്ടാവും? നമ്മൾ പുതുവത്സരം പിറക്കുന്ന ഒരു അവസാന നിമിഷമല്ലേ, ആ നിമിഷത്തിൻ്റെയും ചെറിയൊരു അംശത്തിലെ മനുഷ്യൻ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. പഠിച്ചവൻ്റെ കാരുണ്യം എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ ശരീരം മുഴുവനും പഠിച്ചവൻ്റെ കാരുണ്യമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ചെറിയൊരു കോശം തൊട്ടെല്ലാം. ഇപ്പം നമ്മൾ ഇത്രമാത്രം കാരുണ്യ പ്രവർത്തനങ്ങൾ, ഇപ്പം ഇവരിവിടെ പ്രസംഗിച്ച് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു എന്നുള്ളത്. ഒരുപക്ഷെ ഈ കാരുണ്യ പ്രവർത്തനം തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്നുള്ളത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആരാധനകളൊക്കെ ചെയ്യുമ്പോഴും അത് കാരുണ്യത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ ആരാധനകൾക്ക് ഫലം കിട്ടൂല. ഈ നോമ്പിൻ്റെ മാസം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ് നമുക്ക്. ഒരു വർഷത്ത് നമ്മൾ ഒരുപാട് പേര് കാരുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും മറുവർഷത്ത് തടക്കിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് ഇതിനെ കേടാക്കുകയും ചെയ്യും. ഏതായാലും ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാവാൻ 2017 തൊട്ട് പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ഇന്ന് വേറെ ഹോസ്പിറ്റലിലൊക്കെ പോയി സർക്കം ചെയ്യേണ്ട ദിവസമാണ്. പക്ഷെ അതൊക്കെ ഞാൻ ആദ്യമേ ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ പണ്ടായിരുന്നെങ്കിൽ എനിക്ക് രാജഗിരിയിൽ മാത്രം മതിയായിരുന്നു. ഇപ്പോൾ 13ഓളം ഹോസ്പിറ്റലിൽ ചെയ്യാനുണ്ട്. എടവണ്ണപ്പാറ, അരീക്കോട്, പിന്നെ അവിടെ മേലെ പുരക്കൽ, മുക്കത്ത്, ഞങ്ങളുടെ നാട്ടിൽ കാന്തപുരം, പൂനൂര്, തലയാട്, ഇങ്ങനത്തെ എല്ലാ സ്ഥലങ്ങളിലും പോകുന്നതുകൊണ്ട് ഇപ്പോൾ ഷെഡ്യൂൾ കിട്ടാൻ നമുക്ക് ആ ഫ്രീ കിട്ടുന്ന സമയം വേണമല്ലോ. എന്നാൽ ഈ ഒരു ഡേറ്റ് ഞാൻ ഇതിനായിട്ട് മാറ്റി വെച്ചതാണ്. കാരണം ഇതാണ് ഞാൻ അതിനേക്കാളൊക്കെ പ്രയോറിറ്റി കൊടുക്കുന്നത്. അതിനേക്കാളും നമുക്ക് പ്രയോറിറ്റി കൊടുക്കുന്നത് ഇതാണ്. അപ്പോൾ ഞാൻ ഏതായാലും എല്ലാ സുന്നത്ത് ചെയ്യുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിനോട് പറഞ്ഞു അതിനെക്കുറിച്ച് പറയണം. ഒരു വീഡിയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആരും ആശങ്കപ്പെടേണ്ടതില്ല. കാരണം നമ്മൾ 100ലേറെ ഇപ്പോൾ ചെയ്തല്ലോ ഇവിടെ, അല്ലേ? ആരും, ഞാനിപ്പോൾ സിസ്റ്ററോട് പറഞ്ഞു, ഒരാൾ പോലും പിന്നെ അതിൻ്റെ പേരിൽ നമ്മളോട് സംശയം ചോദിക്കേണ്ട കാര്യം ഉണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ലിങ്ക് ഞാൻ ഇവരടുത്ത് കൊടുത്തിരുന്നല്ലേ. ആ വീഡിയോ ലിങ്കിൽ സംശയങ്ങളൊക്കെ, പലർക്കും ഉണ്ടാകുന്ന സംശയങ്ങളൊക്കെ അതിൻ്റെ ഉത്തരങ്ങളുണ്ട്. ഞാൻ ചെയ്ത രോഗികൾക്ക് മാത്രമല്ല ഇതിലുള്ളത്. ഈ കേരളത്തിൽ ഏത് ഡോക്ടർമാർ സർക്കം ചെയ്താലും സംശയങ്ങൾ അതിൻ്റെ അടിയിലാണ് വരിക. അതിങ്ങനെ ഓരോ വർഷവും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യും. അതിൻ്റെ പഴയ വേർഷൻ ഉണ്ട്, 3-4 വേർഷൻ ഉണ്ട്. കാരണം ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു ആശങ്ക ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് അത് ചെയ്തത്. കാരണം ഇത് 2-3 ദിവസം കഴിയുമ്പോൾ അവിടെ ചെറിയൊരു ഇതൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഒരു ആശങ്കയായിരിക്കും. അതിൻ്റെ ആവശ്യമില്ലാതിരിക്കാൻ വേണ്ടിയാണ്. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഭാഗമാവാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇന്ന് നമ്മുടെ ശിഹാബ് തങ്ങൾ ചാരിറ്റി സെൻ്ററിൻ്റെ കീഴിലല്ലേ സുന്നത്ത് കർമ്മം 21 പൂർത്തീകരിച്ച്. ഇത് തുടങ്ങുമ്പോൾ നമുക്ക് 21 ഉണ്ടല്ലോ എന്നുള്ളൊരു പേടിയാണ്. പിന്നെന്ത് ചെയ്യും? നമ്മൾ 21 കഴിഞ്ഞിട്ടുള്ളത് മുമ്പിലേക്ക് ചിന്തിക്കുക. അതിൽ ഇവരാണ് ഇതിൻ്റെ ആസൂത്രണം. നമ്മളിപ്പോൾ 9:30 കഴിഞ്ഞിട്ട് തുടങ്ങിയപ്പോൾ 9:45 12 ആയപ്പോത്തിന് 21 തീർത്ത്. പിന്നെ ശരിക്ക് റെക്കോർഡ് സൃഷ്ടിച്ച് തന്നെ പറയാം. പെട്ടെന്ന്, വളരെ പെട്ടെന്നായിരുന്നു. പിന്നെ ഓരോന്നും ആർക്കും പ്രയാസമില്ലാത്ത രീതിയിൽ അധികം കുട്ടികളൊന്നും വല്ലാണ്ട് കരഞ്ഞിട്ടൊന്നുമില്ല. നല്ല പ്രൊഫഷണൽ രീതിയിലാണ് ഈ സുന്നത്ത് കർമ്മം സാർ നിർവഹിച്ചിട്ടില്ലേ. അപ്പോൾ നല്ല സന്തോഷകരമാണ്. അല്ല, അത് മതി, അതാണല്ലോ വേണ്ടത്. നമ്മൾ കുട്ടികളെ ഇപ്പോൾ 2017 മുതൽ പിന്നെ ഇപ്പോൾ സാറോട് വരുന്നുണ്ട്. അതിലിപ്പോൾ ഒരു വർഷം നമുക്ക് കോവിഡ് കാരണം മാത്രമാണ് നമുക്ക്. അല്ല, 7 വർഷമായി എന്നുള്ളത് ഞാൻ ഇന്നിപ്പോൾ അവിടെ വന്നപ്പോൾ ആലോചിച്ചത്. അപ്പോൾ ഇനിയും ഇൻഷാ അല്ലാഹ് ഞങ്ങളെ സേവനം പിന്നെ ഞങ്ങൾക്ക് തരണം. എല്ലാ വർഷവും ഇതേമാതിരി ഇനിയും കൂടുതൽ ചെയ്യാൻ കഴിയട്ടെ എന്നാണ് പിന്നെ ഞങ്ങളെ പ്രാർത്ഥന.